UPS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേ കമ്മീഷനൊക്കെ വന്നതിന് ശേഷം പെൻഷൻ റിവിഷൻ വല്ലതും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സർവീസിൽ കയറി 1-2 വർഷം സർവീസേ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ NPS പരിഗണിക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണ്. സർവീസിലിരുന്ന് ഡെത്ത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. UPSനകത്ത് DA കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ NPS ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ അവർ നേരത്തെ NPS എടുത്ത സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന 60% തിരിച്ചടക്കേണ്ടി വരും. അവസാന സമയത്ത് ഒരു വ്യക്തിക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും ഗുണകരമായിരുന്നു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ NPS UPS വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത്, ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, നേരിട്ട് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോമിലായിട്ട് കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയോടും കമൻറ്റിന് മറുപടി കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ വിചാരിച്ചു ഇത്തരത്തിലുള്ള ഒരു FAQ വീഡിയോ പോലുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനകത്ത് വന്നേക്കുന്ന പല വിഷയങ്ങളെ പറ്റിയും ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ചില വിഷയങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം, ചില പ്രഡിക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വീഡിയോ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വേണം നിങ്ങൾ ഈ വീഡിയോ എടുക്കാനായിട്ട്. അതിൽ തന്നെ ആദ്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ സർവീസും അതേപോലെ എത്രയാണ് അവരുടെ കോർപ്പസ് ഇപ്പം നിലവിലുള്ളത് NPSൽ, അത് വെച്ചിട്ട് ഏതാണ് അവർക്ക് യോജിച്ചത് എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു ഇന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് UPS ആണ് നല്ലത്, നിങ്ങൾക്ക് NPS ആണ് നല്ലത് എന്ന് ഒറ്റയടിക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. അതിന് കാരണം ഓരോ വ്യക്തികളുടെയും മറ്റ് കാര്യങ്ങളിലൂടെ നമ്മൾ പരിഗണിച്ച് വേണം അത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ ഉള്ളൂ. അത് നേരത്തെ ഈ പറയുന്ന പോലെ 10 വർഷമോ 15 വർഷമോ 20 വർഷമൊക്കെ സർവീസ് കംപ്ലീറ്റ് ചെയ്തവർ കാണും. അത്തരം ആൾക്കാർക്ക്, അതായത് ഒരു 25 വർഷം 30 വർഷം വരെ ടോട്ടൽ സർവീസ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അവരിപ്പോൾ സർവീസ് കയറുന്നവരല്ല, നേരത്തെ 10-15 വർഷം സർവീസ് 20 വർഷമൊക്കെ സർവീസ് ഉണ്ട്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് UPS തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. പ്രൊവൈഡഡ് അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഇങ്ങനെ വരുന്നവർക്കെന്ന് പറയുന്നത് മുന്നോട്ട് 10-15 വർഷം സർവീസ് ഉണ്ട് എങ്കിൽ അവർക്ക് പിന്നീട് 10% വെച്ച് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ അവസാനം വരുന്ന സമയത്ത് അവർക്കൊരു ചെറിയ ശതമാനം കുറവ് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 വർഷം സർവീസ് കഴിഞ്ഞു, 20 വർഷം ഇനി സർവീസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 1 മുതൽ 2% വരെ കുറവ് അവർക്ക് വരും. അതായത് നമ്മൾ അവസാനം നമ്മൾ 60% വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ 15 വർഷം ഓൾറെഡി സർവീസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി 25 വർഷം സർവീസ് ഉള്ളവർക്കെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 4 മുതൽ 5% വരെ കുറവ് അതിനകത്ത് വരും. തുടക്കം മുതൽ അവസാനം വരെ UPS എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സർവീസിൽ കയറി 1-2 വർഷം സർവീസേ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ NPS പരിഗണിക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ അതിൻ്റെ കാര്യം, പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നിന്നുകൊണ്ട് ഒരു തരത്തിലും അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. 40 വർഷവും കഴിഞ്ഞതിന് ശേഷം എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് പ്രഡിക്ഷൻ പറയാത്തത് കൊണ്ട് തന്നെ അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ തീരുമാനിക്കുക എന്നുള്ളത് അവർ വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കുക. പക്ഷേ അവർക്ക് നല്ല എമൗണ്ട് വ്യത്യാസം വരും. 10 മുതൽ 14% വരെ ഡിഫറൻസ് ആണ് ടോട്ടൽ ഗ്രോത്തിൽ ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള ഒരു നഷ്ടം സഹിക്കണമോ എന്നൊക്കെ ഉള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചിലർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ എന്താ പറയുക കുറവ് വരുത്തിക്കൊണ്ട് നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ, എന്നാൽ പിന്നെ NPS നമുക്ക് അങ്ങ് എടുത്താൽ പോരേ എന്ന് ചിലരും ചോദിക്കാം. അത് മറ്റൊന്നുമല്ല, അത്തരത്തിൽ എടുക്കുന്നവർക്ക് എന്ന് പറയുന്നത് ഒരു 1-2 ഓപ്ഷൻസും കൂടെ അവർക്ക് അവൈലബിൾ ആണ്. അതിന് കാരണം അവസാന സമയത്തെന്ന് പറയുന്നത് അവരുടെ കോർപ്പസ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അത്തരത്തിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ കോർപ്പസ് വളരെ കുറവാണ്, പക്ഷേ നമുക്ക് പെൻഷനാണ് വേണമെങ്കിൽ അന്ന് നമുക്ക് പെൻഷൻ എടുക്കാം. അതല്ല, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവസാന സമയത്ത് അവർക്ക് കൂടുതൽ എമൗണ്ട് വേണം, മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് 60% വിഡ്രോ ചെയ്യാം. ഈ 60% വിഡ്രോ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞ സമയത്ത് ചിലരെങ്കിലും ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണത്തില്ല. ഈ 60% നമ്മൾ വിഡ്രോ ചെയ്യുമ്പം അതിന് ആനുപാതികമായിട്ട് UPS പെൻഷനിൽ കുറവ് വരും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ UPS പെൻഷനിൽ 60% നമ്മൾ മാറ്റി 40% മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ തന്നെ എത്ര കിട്ടുമെന്നുള്ളത് ഞാൻ ആ ടേബിളുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണുക. അതിനകത്ത് അവസാന ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്ന എക്സൽ ഷീറ്റിനകത്ത് കൃത്യമായിട്ട് 40% ഓഫ് UPS എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 40% ഓഫ് UPS എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ 60% വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 40% എത്രയാണ് UPSൻ്റെ, അതാണ്. അതെന്ന് പറയുന്നത് നമുക്കറിയാം, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 30 വർഷം സർവീസൊക്കെ ആകുമ്പോഴേക്ക് ഈ പറയുന്ന പോലെ 60% വിഡ്രോ ചെയ്താൽ പോലും അവർക്ക് കിട്ടുന്ന 40% എന്ന് പറയുന്നത് അന്ന് NPSന് കിട്ടുന്ന പെൻഷനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ സർവീസ് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോട്ടൽ ബെനിഫിറ്റ് UPSന് കൂടുതലായിരിക്കും. അതായത് UPSന് കിട്ടുന്ന 60%വും അവർക്ക് അപ്പോൾ കിട്ടുന്ന ലംസം എമൗണ്ട് കൂടെ കൂട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്കെന്ന് പറയുന്നത് NPSൻ്റെ 60%-ത്തേക്കാൾ കൂടുതൽ വരികയും ചെയ്യും. ഈ 60% വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് 40% മാത്രമാണ് UPSൻ്റെ എടുക്കുന്നതെങ്കിൽ പോലും ആ പെൻഷൻ തന്നെ NPSൻ്റെതിനേക്കാളും കൂടുതൽ വരും. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനകത്ത് ഒന്നും കൂടി. പിന്നെ അടുത്തൊരു അസംഷനാണ് ഞാൻ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ
കാൽക്കുലേഷൻസ് അവരെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഇല്ലിസ്ട്രേഷൻസ് ഉൾപ്പെടെ എന്ന് പറയുന്നത് സർവീസ് കുറഞ്ഞ വെച്ചിട്ടാണ് 10, 15, 20 അല്ലെങ്കിൽ 25 വർഷം സർവീസ് വെച്ചിട്ടാണ് ഇതിനകത്ത് കാൽക്കുലേഷൻസ് എല്ലാം കാണിച്ചിരിക്കുന്നത്. ഒരുപാട് സർവീസ് ഉള്ളവർ, പ്രത്യേകിച്ച് 30 മുതൽ മേളോട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതിന് കാരണം 35 വർഷം സർവീസ് കഴിയുമ്പോഴാണ് അടുത്ത 5 വർഷമാണ് ഇത് ഷൂട്ട് ചെയ്ത് മുകളോട്ട് കയറുന്നത്. അവിടെ വരുന്ന സമയത്തെന്ന് പറയുന്നത് ഈ 40%, 50% ആവുമ്പോൾ തന്നെ അവർക്ക് ഫുൾ പെൻഷൻ കൊടുക്കാനുള്ള കോർപ്പസ് വരുമായിരിക്കുമെന്നുള്ളൊരു അസംഷൻ വെച്ചിട്ടാണ് ഞാൻ പിന്നീട് ആ വിഷയം സംസാരിച്ചത്. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന ഇപ്പം നിലവിൽ ഇറങ്ങിയേക്കുന്ന നോട്ടിഫിക്കേഷനകത്ത് എവിടെയും പറയുന്നില്ല ഈ പറയുന്ന 25 വർഷം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് എല്ലാം ലംസമായിട്ട് നമുക്ക് മടക്കി തരുമെന്ന് പറയുന്നില്ല. ഈ 25 എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. 25, 30 വർഷമൊക്കെ ആവുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കോർപ്പസ് വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രയാണോ ഒരു ഫുൾ പെൻഷൻ കിട്ടേണ്ടത്, അതായത് 50%, അതായത് ബേസിക് പേയും DAയുടെ 50% വരുന്നത്, അത്രയും കിട്ടത്തക്ക രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കോർപ്പസ് വളരുകയുള്ളൂ എന്നുള്ള ഒരു അസംഷൻ വെച്ചിട്ടാണ് അവർ ഈ 25 വർഷം വെച്ചേക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു പൈസ പോലും അവർക്ക് തിരിച്ചു തരാനായിട്ട് കാണത്തില്ല ഈ ലംസം അല്ലാതെ. അത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. പിന്നീട് ആൾക്കാർ VRSുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിച്ചേക്കാം, അതൊന്ന് കമ്പയർ ചെയ്ത് പറയുമോ എന്നുള്ളത്. അറിയാം, നമുക്ക് UPSലാണെന്നുണ്ടെങ്കിൽ VRS സമയത്ത് നമുക്ക് 60% നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ വ്യക്തി പക്ഷേ 60 വയസ്സായി സൂപ്പർ ആനുവേഷന് ടൈം ആകുന്ന എപ്പോഴാണോ അന്ന് മുതലേ അദ്ദേഹത്തിന് പേ ഔട്ട് കിട്ടി തുടങ്ങുകയുള്ളൂ. പക്ഷേ NPSലാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് 20% മാത്രമാണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത് VRS എടുക്കുന്ന സമയത്ത്. ബാക്കി 80% ആന്യൂറ്റി വാങ്ങാനായിട്ട് അവിടെ കൊടുക്കണം. പക്ഷേ പിറ്റേ മാസം മുതൽ നമുക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്ത് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് പേ ഔട്ട് കിട്ടി തുടങ്ങും. അപ്പോൾ അവിടെയാണ് ഈ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റം ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും കോടതികളൊക്കെ ചെല്ലുന്ന സമയത്ത് അത് പരിശോധിക്കുകയോ അത് മാറ്റം വരുമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മുന്നേ ഈ നിർദ്ദേശമോ അല്ലെങ്കിൽ റിക്വസ്റ്റോ വെക്കുന്ന സമയത്ത് അവർക്കും ഇത് മനസ്സിലാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഒരു വ്യക്തി ഈ പറയുന്ന പോലെ 25 വർഷമോ 30 വർഷമോ സർവീസ് ആയി കഴിഞ്ഞതിന് ശേഷം VRS എടുക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് 10 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ഈ 60 വയസ്സാകുന്ന സമയത്ത് മാത്രമേ പെൻഷൻ കിട്ടൂ എന്നുള്ളെങ്കിൽ അദ്ദേഹം പിന്നീട് എങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല 60% വിഡ്രോ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പെൻഷൻ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി 10 വർഷം എങ്ങനെ ജീവിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് അതിനുള്ള പരിഹാരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഡെത്ത് സമയത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഡെത്ത് സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, സർവീസിലിരുന്ന് ഡെത്ത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതായത് സർവീസിലിരുന്നാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ UPSലാണെങ്കിലും NPS ആണെങ്കിലും നമുക്ക് ഓൾഡ് പെൻഷൻ പ്രകാരമാണ് കിട്ടുന്നത്. പക്ഷേ നമുക്കറിയാം NPSൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. നമുക്ക് ഓൾഡ് പെൻഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ് കോൺട്രിബ്യൂഷനും അതിൻ്റെ ഗ്രോത്തും എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചതും അതിൻ്റെ ഗ്രോത്തും മാത്രമാണ് ഈ പറയുന്ന നോമിനിക്ക് തിരിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഓൾഡ് പെൻഷൻ സ്കീം അനുസരിച്ചിട്ടാണ് അവർക്ക് കൈകാര്യം. ഇവിടെയും അത് തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല നമ്മളുടെ UPSനകത്ത് എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് അനുമാനിക്കാം. തീർച്ചയായിട്ടും നമുക്ക് UPS ആണെങ്കിലും സർവീസിലിരുന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾഡ് പെൻഷൻ അനുസരിച്ച് തരികയായിരിക്കും. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഗ്രോത്ത് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ മാറ്റിയിട്ട് ബാക്കി തുക നമുക്ക് തരികയായിരിക്കും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പറയാം, നമുക്കറിയാം NPS ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് ഒരു ഓൾഡ് പെൻഷൻ തരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നില്ലായിരുന്നു. അത് ആദ്യ സമയത്ത് അങ്ങനെ നൽകുന്നതുമില്ലായിരുന്നു. പിന്നീട് കോടതിയെ സമീപിക്കുകയും പല ആൾക്കാരും പല നിയമ പോരാട്ടത്തിലൂടെയാണ് അത് വാങ്ങിയെടുക്കുന്നത്. പിന്നീടുള്ളവർക്കെല്ലാം അത് ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഈ UPSനകത്തെന്ന് പറയുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്പൗസിന് 60%, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 60% പേ ഔട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ആ വ്യക്തിയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ UPSൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നും കിട്ടത്തില്ല. അവിടെയാണ് വീണ്ടും ഒരു നിയമപ്രശ്നം വരുന്നത്. കാര്യം ഒരു വ്യക്തി സ്പൗസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, അദ്ദേഹം 40 വർഷം സർവീസ് ചെയ്തു, ഒരു 5 കോടി രൂപയോളം അദ്ദേഹത്തിന് കോർപ്പസിലുണ്ട്. അതിനുശേഷം അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർഡായി അടുത്ത മാസം മരിച്ചു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് കിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ ഒരു നിയമപ്രശ്നമുണ്ട്. അത് അത്തരം വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും കോടതികളിൽ പോവുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ അത് പരിഗണിച്ചിട്ട് അതിനെന്തെങ്കിലും മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ചില ആൾക്കാർ പെൻഷൻ റിവിഷനെ പറ്റി ചോദിക്കുന്നുണ്ട്. UPS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേ കമ്മീഷനൊക്കെ വന്നതിന് ശേഷം വരുന്ന പോലെയുള്ള പെൻഷൻ റിവിഷൻ വല്ലതും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു പേ കമ്മീഷനൊക്കെ വന്ന സമയത്ത്, പേ റിവിഷനൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ DA മെർജ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന UPSന് ഏത് DA പരിഗണിക്കണമെന്നുള്ളത് ഗവൺമെൻറ്റിന് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു മോഡിഫിക്കേഷൻ അവിടെ വന്നേക്കാം. നമുക്കിത് നമ്മുടെ ഒരു പ്രഡിക്ഷനാണ്. കാര്യം അത് കൃത്യമായിട്ട് എവിടെയാണ് എഴുതിയേക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത്തരത്തിൽ ഗവൺമെൻറ്റുകൾക്ക് എടുക്കാനായിട്ടുള്ള ഒരു പറ്റും, ഇവിടെ ഇടപെടാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ആൾക്കാരും UPS ഓപ്റ്റ് ചെയ്യാൻ
ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു കമ്പനിയാണ് ആനുവിറ്റി മേടിച്ച് നമ്മൾ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവരിലെ നമുക്ക് സമീപിക്കാനായിട്ട് പറ്റുകയില്ല. പലപ്പോഴും ഇത് നമുക്കറിയാം, അത് ഈ തരത്തിലുള്ള ഈ ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ആനുവിറ്റികൾ തരുന്നതും അതിന്മേൽ പെൻഷൻ തരുന്നതും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് നമ്മൾ ചെന്നിട്ട് വീണ്ടും നമ്മൾ കൂടുതൽ ചോദിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല നമുക്കറിയാം. പക്ഷേ ഗവൺമെന്റിന്റെ കൺട്രോളുള്ള ഒരു കാര്യത്തിലാണ് പലപ്പോഴും എംപ്ലോയികൾക്ക് ഒന്ന് ആശ്രയിക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ ചില ആൾക്കാർ ചോദിച്ചേക്കാം, ഇപ്പോൾ ഗവൺമെന്റ് വേണേൽ വെട്ടിച്ചൊരുക്കി കൂടെ അതല്ലെങ്കിൽ കുറച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാൽ പോലും ചാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഗവൺമെന്റുകൾ ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ പരിഗണിക്കുകയും അത് ഒന്നും കൂടി കൂട്ടി നൽകാനോ ഒക്കെയാണ് ചാൻസ് കൂടുതൽ. ചിലർ ചോദിക്കുന്നുണ്ട്, UPSനകത്ത് DA കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ DA മാറുന്നതിനനുസരിച്ച് തന്നെ DAR% കൂട്ടി കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ NPS ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും NPSനകത്ത് അത്തരത്തിലുള്ള ആനുവിറ്റി ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു വർഷത്തിൽ ചെറിയൊരു ശതമാനം, ഒരു 2% അല്ലെങ്കിൽ 3% ഒക്കെ വർധനവ് വരുന്ന രീതിയിലുള്ള ആനുവിറ്റി ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആനുവിറ്റി ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ എന്ന് പറയുന്നത് ഈ മന്ത്ലി പേ ഔട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ കൂട്ടിത്തരണം എന്നുള്ളതുകൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു കുറവ് അവർ വരുത്തിയിട്ടാണ് തരുന്നത്. പിന്നീട് ചോദ്യം വന്നതെന്ന് പറയുന്നത് EOLുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ UPS ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മുടെ സർവീസ് പീരീഡ് കണക്കൂട്ടുന്ന സമയത്ത് EOL എങ്ങനെയാണ് പരിഗണിക്കുന്നത് ചോദിക്കുന്നുണ്ട്. EOL ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ സർവീസിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബേസിൽ കൊടുത്തേക്കുന്ന ഒരു മെഡിക്കൽ ലീവ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ ആൾക്കാർ ലീവ് എടുക്കാറുണ്ട്. അതായത് നമുക്കറിയാം, സയന്റിഫിക് സ്റ്റഡിക്കൊക്കെ വേണ്ടി ലീവ് എടുക്കുന്ന സമയത്ത് അത്തരം ലീവുകൾ എടുക്കുന്ന സമയത്തും അതും കുറവ് ചെയ്യുന്നതായിരിക്കത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസ് ആണെങ്കിൽ കൃത്യമായിട്ട് ലീവ് ഓർഡറിനകത്ത് അവർ സ്പെസിഫൈ ചെയ്തിരിക്കും ഇത് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് UPSൽ പരിഗണിക്കുമെന്നല്ല, ഇത് സർവീസായിട്ട് പരിഗണിക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർവീസായിട്ട് പരിഗണിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ രണ്ടും സ്പെസിഫൈ ചെയ്ത് പറയാനകത്ത് അത്തരം കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ആ കാര്യം വരുന്നത്. അല്ലാത്ത കേസിൽ എന്ന് പറഞ്ഞാൽ EOL എന്ന് പറയുന്നത് ഈ പറഞ്ഞ UPSന് വേണ്ടി സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിലവിൽ NPS കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ, റിട്ടയർഡ് ആയ ആൾക്കാരുണ്ട്, അവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഉണ്ട്. അവർക്ക് UPS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നിലവിൽ പല ആൾക്കാരും ഫോമുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിത്തുടങ്ങി, അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. അവർക്ക് വരുന്നതെന്ന് പറയുന്നത് നിലവിൽ അവർ നേരത്തെ NPS എടുത്ത സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന 60% തിരിച്ചടക്കേണ്ടി വരും. തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആനുപാതികമായിട്ട് കുറപ്പ് വരും. അപ്പോൾ UPS ആണ് അവർ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് വരുന്നതെന്നുള്ളത് കാൽക്കുലേഷൻ വരികയും, അതാ നമുക്കറിയാം എല്ലാവർക്കും 25 വർഷത്തിൽ കുറവായിരിക്കും സർവീസ്. 25 വർഷത്തിൽ കുറവായതുകൊണ്ട് തന്നെ ഒരു ഫുൾ പെൻഷൻ അല്ലെങ്കിൽ 50% എന്ന് പറയുന്ന ഒരു പെൻഷൻ കിട്ടത്തില്ല. അതിൽ താഴെ ആയിരിക്കും ആൾറെഡി അവർക്ക് വരുന്നത്. അതിൽ തന്നെ വീണ്ടും കുറവ് വരും അവർക്ക് കിട്ടിയ ക്യാഷ് തിരിച്ചടച്ചില്ലെങ്കിൽ. ആനുപാതികമായിട്ടുള്ള പെൻഷൻ ആയിരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അത് ഏത് വേണമെന്നുള്ളത് അവർ തീരുമാനിച്ച് എടുക്കാവുന്നതാണ്. അതിനിടയിലൂടെ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഇത്തരത്തിലുള്ള ഗുണകരമായ വീഡിയോസ് ഉണ്ട്. ഇത് മാത്രമല്ല, വേറെ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി ആ ലൈക്കും കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും. അപ്പോൾ ആ ചർച്ചയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. വീണ്ടും നമ്മൾ UPSന്റെ ഈ പെൻഷൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പൊതുവേ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ വയസ്സെന്ന് പറയുന്നത് കൂടി വരികയാണ് ഈ ആദ്യം അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് പ്രായമായതിനു ശേഷമാണ്, അതായത് 27-28 വയസ്സൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും സർവീസിലേക്ക് കയറുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് നേരത്തെ 40 വർഷവും അല്ലെങ്കിൽ 38 വർഷമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ അത്രയും സർവീസ് വരുന്നില്ല. അതും കൂടെ നമ്മൾ ഇനിയുള്ള കാലത്ത് നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, പെൻഷൻ ഏജ് കുറയ്ക്കുമോ എന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല പെൻഷൻ ഏജ് കുറയ്ക്കും എന്നുള്ളത്. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ പോലും അവരുടെ സർവീസ് കുറയും. അപ്പം നമ്മൾ ഓർക്കണം, പലപ്പോഴും കാൽക്കുലേഷൻസ് ആൾക്കാർ UPSന്റെ വരുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ സർവീസാണ് ചെയ്യുന്നത്. 40 വർഷം സർവീസ് കിട്ടും, അല്ലെങ്കിൽ 38 വർഷം സർവീസ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറയുന്ന ആൾക്കാരല്ല ഈ 38 അല്ലെങ്കിൽ 40 വർഷം വരെയോ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർക്കെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ VRS എടുക്കാനോ അതല്ലെങ്കിൽ അത്തരത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണമെങ്കിൽ സർവീസ് നിർത്താം. അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും കൂടെ അവർക്ക് ഏതായിരിക്കും ഗുണകരം എന്നുള്ളത് വേണം നമുക്ക് നോക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ആ ഒരു 40 വർഷം സർവീസ് ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. അദ്ദേഹത്തിന് 25 വർഷം 30 വർഷം ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ NPSനെ മറികടന്നുകൊണ്ട് UPSൽ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതിനുശേഷം 30-35 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും UPS ഉയർന്നു വരുന്നത്. UPSന്റെ കോർപ്പസ് കയറി വരികയും മറ്റേതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരികയും ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാരുടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ പറയുന്ന UPSന്റെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാകുകയും NPS കൂടുതൽ ആൾക്കാർ വരികയും ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റുകൾക്ക് വീണ്ടും അത് കുറച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കറിയാം, കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ് ചാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റുകൾക്ക് അങ്ങനെ ചെയ്തു കൂടാന്നല്ല. പക്ഷേ എന്നാൽ പോലും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സംവിധാനമാണ് എല്ലാ കാലങ്ങളിലും ഗവൺമെൻറ്റുകൾ
തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ UPSകാർ ഒരുപാടായിരിക്കും, NBSകാർ വളരെ കുറവായിരിക്കും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് കാരണം വെച്ചാൽ എല്ലാ കാലഘട്ടങ്ങളിലും സർവീസ് കുറവുള്ള ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ അത്തരക്കാർ പലപ്പോഴും UPS തന്നെ ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ സർവീസ് കൂടിയ ആൾക്കാർ ഗവൺമെൻറ്റിനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മാറ്റങ്ങൾ വരികയും അതിനകത്ത് കുറച്ച് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുകയെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ UPS എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ കുറവൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും NBS എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൾ സിറ്റിസണും കൂടെ ബാധകമായതുകൊണ്ട് തന്നെ അതിനകത്തെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ചില ആൾക്കാരെങ്കിലും പറയുന്നുണ്ട് അതിനകത്ത് വീണ്ടും 14 എന്നുള്ളത് 15-20% ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ ആക്കിയേക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 1-2% വ്യത്യാസം വന്നേക്കാം. പക്ഷേ നമ്മളിപ്പോൾ കോർപ്പസിനെ വിലയിരുത്തുന്ന സമയത്ത് അവർക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു തുക അവസാനം കിട്ടത്തക്ക രീതിയിലുള്ള എമൗണ്ട് വരുന്നുണ്ട്, 14%. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം വേണ്ട. എന്നാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് UPSൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം. 10 എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവാണ് വരുന്നത് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ 1%-2% കൂട്ടി കൊടുക്കാമെന്നുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഏത് വേണമെങ്കിലും ചിന്തിക്കാം. അതൊക്കെ നമ്മളുടെ ഒരു നമ്മളെ പ്രതീക്ഷയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അസംഷൻ മാത്രമായി നിൽക്കാനാണ് ചാൻസ്. ഞാൻ കഴിഞ്ഞ വീഡിയോ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നോട്ടിഫിക്കേഷനകത്ത് ഒരു അവ്യക്തതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് കോർപ്പസ് 30-35 വർഷം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് എടുക്കുമോ എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ടോട്ടലായിട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാര്യം ഒരു 2 കോടി ഇട്ടാൽ 2.5 കോടി ഇട്ട ഒരാൾക്കും 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 5 കോടി ഇട്ട ഒരാൾക്കും അത്രയേ പെൻഷൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന ഒരു കേസിലെന്ന് പറഞ്ഞാൽ എന്താകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം മുന്നോട്ട് സർവീസ് പോകുന്ന സമയത്ത് മാത്രമേ, കാര്യം നിലവിൽ അത്തരത്തിലുള്ള കേസുകളില്ല. നിലവിലുള്ള കേസുകൾ വെച്ചിട്ടാണ് അവർ 25 വർഷം തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം എമൗണ്ടിൽ വലിയ മാറ്റം വരികയും അതിനുശേഷം കുറേയധികം മാറ്റങ്ങൾ വന്നേ പറ്റൂ. അതിന് കാരണം ഇത്തരത്തിലാണ് വരുന്നത്. അല്ലെങ്കിൽ 2.5 കോടി രൂപ ഒരാൾ ഇടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൊടുക്കുന്ന തുകയും, എന്നാൽ ഗവൺമെൻറ് തന്നെ ഈ പറയുന്ന 5 കോടി എടുക്കുക അതിനുശേഷം അത്രയും തുകയെ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്തൊരു ഒരു വൈരുദ്ധ്യമുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് കാണേണ്ട കാര്യമാണ്. അവിടെ നമുക്കൊരു അസംഷനും അല്ലെങ്കിൽ പ്രഡിക്ഷനും മാത്രമേ പോസിബിൾ ആകുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ചാടിക്കയറി ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് എടുക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് വേണോ അത് വേണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങളോടത് പറയാത്തത്. അതിന് 2 വശവും പറഞ്ഞു തരിക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൂടെ പരിഗണിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക. ഓപ്ഷൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്ര നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിൽ UPS എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസും കിടപ്പുണ്ട്. പക്ഷേ NBS ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. NBSനകത്ത് പിന്നീട് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതിന് കാരണം 60% നമുക്ക് കിട്ടും. ബാക്കി 40% മേൽ എന്താണോ അന്നത്തെ ആന്യൂറ്റി തരുന്നത് അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ UPS എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണമെങ്കിൽ 60% വിഡ്രോ ചെയ്യാം. ആനുപാതികമായിട്ട് പെൻഷനിൽ കുറവ് വരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലവിൽ പോലും അത് ഈ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കറിയാം 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ 8-9 വർഷത്തെ പെൻഷൻ 40% കണക്കൂട്ടിയൊക്കെ നമുക്ക് ആൾക്കാർ എടുക്കുന്നതായിട്ട് നമുക്കറിയാം. അത് 15 വർഷം കഴിയുന്ന സമയത്ത് തന്നെ അവർക്ക് റീസ്റ്റോർ ആകുന്നുണ്ട്. ഇത്തരം കേസുകളിലും ഒരു നിലവിൽ കിട്ടേണ്ട പെൻഷൻ കുറച്ച് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ബൾക്കായിട്ടാണ് അത് മാറ്റുന്നത്. അത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ നമ്മൾ നിലവിൽ എടുക്കുന്നുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഞാനതൊന്ന് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ NBS പോലെ തന്നെ UPSനകത്തും പാർഷ്യൽ വിഡ്രോവൽ പോസിബിൾ ആണ്. പക്ഷേ അദ്ദേഹം 3 തവണയാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ എടുക്കാനായിട്ട് കഴിയുന്നത്. NBSൽ ആയിരുന്ന സമയത്ത് അദ്ദേഹം വിഡ്രോവൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടാണ്, ആ എണ്ണം കുറച്ചിട്ടാണ് അടുത്ത UPSൽ എടുക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആ വ്യക്തി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിൻ്റെ ഈ പറഞ്ഞ 25% മാത്രമേ അതിൽ നിന്ന് വിഡ്രോവൽ എടുക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഗ്രോത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷനോ അതിനകത്ത് ബാധകമായ കാര്യമല്ല. അത് നമ്മൾ UPSനകത്ത് പോസിബിൾ ആണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് 75 വർഷമെങ്കിലും അല്ലെങ്കിൽ 75 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ UPS ഗുണം ചെയ്യൂ. അതായത് റിട്ടയർഡായി 15 വർഷമെങ്കിലും ജീവിച്ചെങ്കിലേ UPS ഗുണം ചെയ്യൂ എന്നുള്ളത്. അത് അവർ ആ ഒരു സൈഡ് മാത്രമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം UPSനകത്തെന്ന് പറയുന്നത് 60% വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 60% വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം നഷ്ടം വരും NBSുമായിട്ട് എന്നുള്ളത് വേണം കമ്പയർ ചെയ്യാനായിട്ട്. പിന്നെ നമുക്കറിയാം ഒരു രാജ്യം വികസിച്ച് വരുന്ന സമയത്ത് ആൾക്കാരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് നിലവിൽ അത് നമ്മൾ പരിഗണിക്കണം. എന്നാൽ ചോദിക്കുമ്പോൾ ആൾക്കാർ സർവീസ് റിട്ടയർഡ് ആയി തൊട്ടടുത്ത സമയത്ത് തന്നെ മരണപ്പെടാം.
വേണമെങ്കിൽ നിരീക്ഷിച്ചിരിക്കുക. എന്നാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സമയത്ത് ലൈഫ് സ്പാൻ കൂടി വരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. UPS എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിലേക്ക് മുന്നിലേക്ക് വെക്കാവുന്ന നിർദ്ദേശം, അതല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് വെക്കാവുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഓപ്ഷൻസ്, മൾട്ടിപ്പിൾ ടൈംസ് ഓപ്ഷൻ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഗുണകരമായ കാര്യം എന്ന് പറയുന്നത് അവസാന സമയത്ത് ഒരു വ്യക്തിക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും ഗുണകരമായിരുന്നു. അതിന് കാരണം അദ്ദേഹം റിട്ടയർഡ് ആവുന്ന സമയത്താണ് കൃത്യമായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്ങനെയാണോ പോകുന്നത് ഈ 14% വെച്ച് ഗവൺമെന്റും കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും അതിനുശേഷം റിട്ടയർഡ് ആവുന്നതിന് 6 മാസം മുന്നേ, അതല്ലെന്നുണ്ടെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് 1 മാസം മുന്നേ തന്നെയോ ആൾക്കാർക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം കിട്ടിയിരുന്നുവെങ്കിൽ അന്നേര സമയത്ത് റിയൽ ആയിട്ടുള്ള ഫിഗറുകൾ വെച്ച് കമ്പയർ ചെയ്യുകയും അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കാം ഈ പറയുന്ന UPS ആണ് എടുക്കുന്നതെങ്കിൽ 10 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രോത്ത് അതിൽ നിന്ന് വെട്ടിച്ചുരുക്കിയതിന് ശേഷം 10ന് ആനുപാതികമായ തുക കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 റിയൽ ആയിട്ടുള്ള 2 കണ്ടതിന് ശേഷം അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഓപ്ഷൻ കൊടുക്കുന്നതിനെ പറ്റി ആൾക്കാർ പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം തന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാർക്കും എന്ന് പറയുന്നത് ആദ്യം കുറച്ച് നാൾ UPS ഓപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം മുന്നോട്ട് പോകുന്നു, 10% മാത്രമേ അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ. അതിനുശേഷം പിന്നീട് 10 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് UPS വേണ്ട, NPS മതി, അതിനുശേഷം വീണ്ടും വരുന്നു. ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഈ എമൗണ്ടിൽ വലിയൊരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു തവണയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ പോലും അവസാനം തീരുമാനിക്കാനാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് തന്നെ റിട്ടയർഡ് ആകാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. കാര്യം അവർക്ക് ഇപ്പോഴുള്ള ഫിഗർ വെച്ച് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നീടാണ് VRS എടുക്കുന്ന കേസ്. VRS എടുക്കുന്ന കേസുകളും ഗവൺമെൻറ് മുന്നിലേക്ക് നിർദ്ദേശവും റിക്വസ്റ്റും ഒക്കെ വരും. അത്തരം കാര്യങ്ങളും മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. VRS എടുക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിന് അന്നേരം മുതൽ പേ ഔട്ട് കിട്ടി തുടങ്ങാനുള്ള കാരണങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. അതേപോലെ തന്നെ ഡെത്ത് സമയത്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം മരണപ്പെട്ട് കഴിയുന്ന സമയത്ത് അദ്ദേഹം അത്രയും വർഷം കോൺട്രിബ്യൂട്ട് ചെയ്ത തുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അതിനകത്തെന്ന് പറയുന്നത് ഗവൺമെൻറ് കോൺട്രിബ്യൂഷനെ മാറ്റി നിർത്തിയാൽ പോലും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതിൻ്റെ ഗ്രോത്തും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് അവകാശപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക അവർക്ക് കിട്ടത്തക്ക രീതിയിൽ. ഇതൊക്കെ തീർച്ചയായിട്ടും മുന്നോട്ട് വരുമ്പോൾ മാറ്റം വരേണ്ട കാര്യങ്ങളാണ്. അത് UPS എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇനി NPS എടുക്കുന്നവരുടെ കാര്യത്തിലും അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതും ഒരു പക്ഷേ മുന്നോട്ട് പോയേക്കാം. പക്ഷേ ഈ പറയുന്ന ഓൾ സിറ്റിസൺ മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ NPS തിരഞ്ഞെടുത്താലും അത് UPS തിരഞ്ഞെടുത്താലും അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. അതല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനം നമ്മൾ കൈക്കൊണ്ടതിന് ശേഷം പിന്നീട് നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാകരുത്. അതിന് കാരണം ഇതെല്ലാം ഭാവിയിൽ മാറ്റം വന്നേക്കാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ 2 ഭാഗത്തും വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനമായിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന പെൻഷന് നിങ്ങളെ ബാധിക്കുന്നത്. അതല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനത്തിലായിരിക്കരുത്. അതിൽ ബേസിക്കായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളെപ്പോലുള്ളവർക്ക് പറഞ്ഞുതരാനായിട്ട് പറ്റുന്നത്. അത് അനുസരിച്ചിട്ട് നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ ഫാമിലീസ്, നിങ്ങളുടെ മറ്റുള്ള സ്പൗസിൻ്റെ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യാവസ്ഥ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സേവിങ്സ്, ഭാവിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം വേണം ഓരോ വ്യക്തിയും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മറ്റ് ഇൻഫർമേഷൻസ് മാത്രമേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നൽകാനായിട്ട് കഴിയുകയുള്ളൂ. ഇനിയും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ചർച്ചകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് രൂപത്തിൽ നടക്കട്ടെ. കമൻറ്റിനകത്ത് പറ്റുന്ന രീതിയിലൊക്കെ മറുപടി തരാം. അതല്ല ഒരുപാട് ആൾക്കാർ വ്യത്യസ്തമായ ചോദ്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.